ശരിക്കും ബ്ലീഡിങ് ആണ് കേട്ടോ. നല്ലപോലെ ബ്ലീഡ് ചെയ്യുന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ആൽവിൻ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഫിഷിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ കൊച്ചു ഫിഷിംഗ് വ്ളോഗ്സ് ഇടാനുള്ള കാരണം നമ്മൾ താമസിക്കുന്ന ഒരു കൊച്ചു തുരുത്തിലാണ്, അതായത് ഒരു ഐലൻഡിലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഫിഷിംഗ് വ്ളോഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടുന്നത്. അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് വല വെക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ മുമ്പ് ചൂണ്ടിടാൻ പോയപ്പോഴൊക്കെ വലിയ വെള്ളമായിരുന്നു, അതായത് ഇഞ്ചിനുള്ള വെള്ളമായിരുന്നു. പക്ഷെ വല വെക്കുന്നതിന് അങ്ങനത്തെ വെള്ളമൊന്നും വേണ്ട കേട്ടോ. അതായത് നമ്മുടെ സൈഡിൽ കാണുന്ന ഈ നീല വെള്ളം കണ്ടോ, അത്രയുള്ളൊരു കൊച്ചു വെള്ളമൊക്കെ മതി ഗൈസ്. എന്നിട്ട് നിങ്ങൾ അങ്ങ് ദൂരതോ അവിടെ ഒരു വെള്ളം കാണുന്നുണ്ടോ, ആ വെള്ളം ഒരു വെറൈറ്റി ടൈപ്പ് ഫിഷിംഗ് ടൈപ്പാണ്. ആ കാണുന്ന എന്തുവാന്ന് വെച്ചാൽ ആ ചുമന്ന സംഭവം കണ്ടോ, അതൊരു വെറൈറ്റി ടൈപ്പ് ഫിഷിംഗ് രീതിയാണ്. അവരിതോ അവിടെ കിടന്ന് മീനെ പിടിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ മീൻ അതിൻ്റെ അകത്ത് കയറുമ്പോൾ കൂട്ടി പിടിക്കുന്ന ഒരു രീതിയാണത്. അപ്പം ഇതാ അവരുടെ വെള്ളം അവിടെ കിടപ്പുണ്ട്. രണ്ടുപേരും ഇതോ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് പണി. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകാം. അപ്പോൾ ശരി, കമോ ഗൈസ്. നമ്മളിതാ അങ്ങനെ വല വയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി അങ്ങോട്ടാണ് നമ്മൾ വല വയ്ക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ ഒരു നമ്മൾ നേരത്തെ കാണിച്ചൊരു വെറൈറ്റി ഫിഷിംഗ് ഉണ്ട്. അമ്മ അതാ ഇവിടെ തുഴക്കുവാണ്. ഈ സ്റ്റേഷൻ അങ്ങനെ കല്ലിട്ടിരിക്കുകയാണ്. ഇനിയാണ് പതിയെ പതിയെ വലയിടുന്നത്. അടുത്ത മൂട്ടാൻ അറിയുവാണ്. ഓ, മൂട്ടാൻ അങ്ങ് വരപ്പോ അത് ക്ലൂ ആയിട്ട് ഇടുന്നേ അല്ലേ അമ്മ? ഗീസ് വലയൊക്കെ നമ്മളങ്ങനെ പയ്യപ്പയ്യെ ഇതാ വിട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതാ വല പയ്യപ്പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കായലിലോട്ട്. നല്ല ഭംഗിയുള്ള മരമാണ് കണ്ടോ. ഇതോ അവിടെ ഒരു കായ ഉണ്ടായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. ഇതാ നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി ഫിഷിംഗ് ആണ് കേട്ടോ. ആൾക്കാരുണ്ടൊരു മുങ്ങിയത് ഗൈസ് കണ്ടല്ലോ. ഇതാണ് ഞാൻ ദൂരെ കിടന്നുകൊണ്ട് കാണിച്ചു തന്നത് ഗൈസ്. നേരത്തെയൊക്കെ ഞാൻ ചുമ്മാ ഇരുന്നതാണ് കേട്ടോ ഈ ഫോണും പിടിച്ചും കൊണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊരു കൊച്ചു പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വലയൊക്കെ ചുമ്മാ തട്ടി തട്ടി വിടുവാണ്. ഗൈസ് അങ്ങനെ നമ്മളിതാ നമ്മുടെ വലയെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തൊക്കെ വ്യത്യസ്ത തരം മീനുകൾ കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്നറിയാം. എന്തായാലും നമ്മൾ വല വെച്ച ടൈമിങ് തെറ്റി കേട്ടോ. ഗൈസ് നമ്മളിത് അങ്ങനെ വലയൊക്കെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ തന്നെ കുറച്ച് മുരിങ്ങയാണ് കേട്ടോ കയറുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിതാ വല വലിച്ചുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കൊക്കെ കൊച്ചു മീനൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ കയറിയ മീനിൻ്റെ പേര് തേടെന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ആ മീൻ എന്താ പറയുന്നതെന്ന് പറ. ഇപ്പോൾ വേറൊരു മീൻ കയറി, അതിന് ഇവിടെ പറയുന്നത് പ്രാച്ചീനാണ്. വെറൈറ്റി മീനുകളൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങനെ വലയൊക്കെ തിരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ വന്നപ്പം നമ്മൾ ഈ വല തിരിച്ചെടുക്കാൻ നേരം ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വല തിരിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും അത്ര നല്ലോണം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇനിയിപ്പം മീനൊക്കെ എടുക്കുന്ന, അതായത് മീൻ നമ്മൾ വലയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ എടുക്കാൻ പോവുകയാണ്. ഫോണൊക്കെ എങ്ങനെയാണ് കേട്ടോ മഴ തൂക്കി വെച്ചത്. കമോ അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. നമ്മളൊന്നാമത് വല വെച്ച ടൈമിങ് ഇച്ചിരി തെറ്റിയായിരുന്നു. നമ്മൾ ഇച്ചിരി നേരത്തെയാണ് വെച്ചത്. ഇറക്കം വലിയ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അന്നേരം ആ ഒരു ടൈമിങ്ങിൽ കിട്ടാൻ വന്ന മാക്സിമം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു രീതി നമുക്കൊരു നല്ല രീതിയിലാണ് മീൻ കിട്ടിയേക്കുന്നത്. പലതരം കൊച്ചു കൊച്ചു മീനുകളൊക്കെ ഉണ്ട്. ഒരു നല്ല കാര്യം പറയാനാണെങ്കിൽ എന്തായാലും ഈ ഇറക്കം വലിവിന് വെള്ളം വെച്ചിട്ട് വല വെച്ചിട്ടും വലയൊന്നും അങ്ങനെ വല്ലതായിട്ട് കീറിയിട്ടൊന്നുമില്ല. സന്തോഷം. ഗൈസ് നമ്മളങ്ങനെ മീനൊക്കെ ഒന്നൊന്നായിട്ട് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മീനൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അറിയാമെങ്കിൽ ഈ മീനിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒരു പരന്നിരിക്കുന്ന മീനാണ്. ഞാൻ പണ്ട് ഇതിനെ കൊച്ചായിരുന്നപ്പോൾ ചപ്പാത്തി മീൻ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ആർക്കെങ്കിലും ഈ മീനിൻ്റെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കിതാ ഇതിനെ വെള്ളത്തിൽ ഇറക്കി വിടാം, പിന്നെ പട്ടി ഇറക്കി വിടും ഗൈസ്. അങ്ങനെ നമ്മളിതാ ഓരോരോ മീനായിട്ട് പറക്കി പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് ഇത്രയും മീൻ പറക്കി എടുത്തിട്ടുണ്ട്.
ഈ നമുക്ക് ഈ വല വെച്ചപ്പോൾ ടൈമിങ് തെറ്റി കേട്ടോ. പക്ഷെ നമുക്കത് അടുത്ത വലയിൽ ശരിയാക്കണം. ഗൈസ് അന്നേരം നമുക്ക് മീനൊക്കെ പറക്കി വെച്ച് ഇനി നമുക്ക് വലയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. കാര്യം നമുക്ക് ഒരു വലയും കൂടി വെക്കാൻ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വല വയ്ക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി. അതായത് നമുക്ക് നേരെ നമ്മുടെ വല വയ്ക്കുന്ന വള്ളത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആ വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുവാണ് കേട്ടോ. നമുക്കിനി വല പിടിച്ച് വെക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ വൃത്തിയാക്കി വെച്ച വലയില്ലേ, അത് പിടിച്ച് ഇനി വള്ളത്തിലോട്ട് വെക്കണം. അങ്ങനെ നമ്മൾ വള്ളം വിടുവാണ്. വ്യത്യാസമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതാ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഗൈസ് ഇതാ നമ്മൾ മൂട്ടാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മൂട്ടാൻ എറിഞ്ഞിട്ടതാണിത്. ഇനി നമുക്ക് വല പയ്യെ പയ്യെ ഇറക്കി കൊടുക്കാം. നമ്മൾ വല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം ഇപ്പം നമ്മൾ വല വെച്ച് തീർന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വല വാങ്ങണം. അപ്പം നമുക്ക് ബാക്കി കാണാം. ബൈ. ഇതാണ് കേട്ടോ നമ്മുടെ മുട്ടായി. ഇത് വലിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് പ്ലാസ്റ്റിക്കൊക്കെ റെഡിയാക്കിയിട്ടതാണ്. നമ്മളെ അറിയാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു ആങ്കിളാണ്. ഇത്ര നമ്മുടെ സബ്സ്ക്രൈബറുമാണ് കേട്ടോ. എന്നെ കണ്ട എപ്പോഴും വിളിച്ചിരുത്തി പുതിയ വീഡിയോ ഇട്ടില്ല എന്നൊക്കെ ചോദിക്കും. പാവ അങ്കിളാണ്, നമ്മുടെ കിഷോർ അങ്കിളാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്ലീഡിങ് ആണ്. ഇതാ അപ്പം മൂട്ടാൻ എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ വല വലിക്കാൻ പോവാണ്. ഗൈസ് നമ്മളങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതാ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. വെറൈറ്റി മീനുകളാണ് കിട്ടുന്നതെല്ലാം. ആ കാണുന്നതാണ് നമ്മുടെ മൂട്ടാൻ. പക്ഷെ നമ്മുടെ മൂട്ടാൻ്റെ അടുത്തെത്തിയെങ്കിലും വല തീർന്നിട്ടില്ല. കുറച്ചുകൂടി ഉണ്ട്. ഈ വല കീറിപ്പോണെന്നാണ് കേട്ടോ പപ്പ പറയുന്നത്. Wow, what a beauty. Guys, this is a wonderful fish that we have get. അതായത് ഇതൊരു സൂപ്പർ മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പൈമീൻ അല്ലേ അപ്പാ? ഇതാണ് പൈമീൻ. ഇതിന് തന്നെ ആദ്യത്തെ ഒരു കൊച്ചു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞത്, ഇത് വലിയത്. അങ്ങനെ നമ്മൾ കല്ലെടുത്തിട്ടുണ്ട്. മൂട്ടാൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. മൂട്ടാനും കയറിയേ. ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടനാണ് ഇവൻ. അതായത് ഇവന് ഞാൻ ടൂത്ത്ലെസ് എന്ന് കേട്ടി. ടൂത്ത്ലെസ്. ഈ ഒരു പൊളി മീനാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒത്തിരി പൊക്കുന്നില്ല. ഇച്ചിരി ആരോഗ്യമുള്ള മീനാണ്. പൊക്കിയാൽ ഞാൻ അടിയുള്ളൂ. കണ്ടോ, എൻ്റെ കൈയിനെക്കാട്ടി ഇരട്ടി ഉണ്ട്. നല്ലൊരു മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് ദാ ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് മൊത്തത്തിൽ കിട്ടിയ മീനെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ നമ്മുടെ നല്ല മീനുകളൊക്കെ ഉണ്ട്. ഇത് ആ കാണുന്ന നമ്മുടെ വലിയ മീനിൻ്റെ വാലാണ്. സൈഡിൽ കാണുന്ന നമ്മുടെ തേടാണ്. പിന്നെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊച്ചു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഷെയർ ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെല്ലൈക്കൻ അടിച്ചങ്ങ് പൊട്ടിച്ചേരെ.